അച്ഛമ്മേ, എന്താ അച്ഛമ്മേ ഇവിടെ എന്നും വഴക്ക്? ഇതൊരു വീടാണോന്ന് പോലെ സംശയമുണ്ട് മോളെ. ഇവിടെ ഓരോരുത്തർ വരുന്നു, വഴക്ക് കൂടുന്നു, തല്ലുകൂടുന്നു, വേണ്ടാദിനം കാണിക്കുന്നു. ഇതിപ്പോ വീടൊന്നുമല്ല. മോള് ചോദിക്കായിരുന്നു ഈ വീട്ടിൽ എന്താ എപ്പോഴും വഴക്കുന്ന. ഇവിടെ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും കൊച്ചിനറിയില്ലല്ലോ. അമ്മേ, ഞാൻ നന്നായിട്ട് ജീവിച്ചിട്ടില്ല. ഇപ്പോഴും നന്നായിട്ടല്ല ജീവിക്കുന്നേ. നോട്ട് ഇരട്ടിപ്പിക്കൽ മുതൽ അമ്മ കേട്ട ഞെട്ടുന്ന പല വൃത്തികേടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റു പറഞ്ഞുകൊണ്ടും അതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം, ഞാനും ഗീതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞല്ല, എന്റെ ഈ ഒറ്റ മോളാണ് സത്യം. അപ്പോ ഇത് നിന്റെ കുഞ്ഞാണെന്ന് സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. കള്ളത്തരം അമ്മേ. ഒന്നിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒന്നിനെ സ്വീകരിക്കുന്നു. എന്റെ മോൾക്ക് അങ്ങനെ അച്ഛനെ സ്വീകരിക്കേണ്ട ഗതികേടൊന്നുമില്ല. വാ മോളെ, ഒരു തലയെ തൊട്ട് സത്യം ചെയ്യല്. ഇന്ന് എന്റെ കൊച്ചിന് പനിക്കോ എന്തോ. ഇത് നിന്റെ വിധിയാടാ. നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടിയെങ്കിലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാത്തിരുന്ന ഒരു പെണ്ണിന് ഇപ്പൊ നിന്നെ വേണ്ട. പെട്ടെന്നൊരു ദിവസം വലിഞ്ഞു കയറി വന്ന അസത്ത് പെണ്ണ് നിന്റെ തലയിലുമായി. സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ അതിനെ ഒന്ന് കൊഞ്ചിക്കാൻ പോലും വിട്ടുതരുന്നില്ല. കിട്ടിയതോ നീ പറയുന്നത് ശരിയാണെങ്കിൽ ഏതോ ഒരു തന്തയ്ക്ക് പറക്കാത്തവനുണ്ടായ കുട്ടി. അതിനെ കൊഞ്ചിക്കാനാ നിനക്ക് വിധി. ഹോ, എനിക്കിപ്പോഴേ ഈശ്വരവിശ്വാസം കൂടിയത്. മയക്കം വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. സിദ്ധുവേട്ടാ, നമ്മുടെ കുഞ്ഞ് ഒരു കുഞ്ഞ് സിദ്ധാർത്ഥൻ അല്ലേ?
മയക്കത്തില ഗൗരി, ഉണർന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞു പോയാൽ മതി. എനിക്ക് അവളൊന്ന് കാണാത്തതിന്റെ വിഷമമുണ്ട്. സിധുവേട്ടാ, നമ്മുടെ കുഞ്ഞ് സത്യത്തിൽ എന്താ ഏട്ടാ സംഭവിച്ചത്? സ്റ്റെയർ കേസിൽ നിന്ന് കാലുതെറ്റി വീണുന്ന ആശയും മുത്തച്ഛനും പറഞ്ഞത്. അത് വിശ്വസിക്കാമോ? ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ബോധം തെളിഞ്ഞപ്പോ മൈനെ അത് തന്നെ പറഞ്ഞു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് അവൾക്ക്? ഷീസ് നോർമൽ നൗ. പേടിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് അബോട്ടാവുന്ന ആദ്യം ഡോക്ടർ വിചാരിച്ചത്. ആയില്ല. എന്താ ഹരിയേട്ടാ? നീ എന്താ വന്നത്? ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. അത് പിന്നെ ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ ഞാൻ. പക്ഷേ ഹരിയേട്ടൻ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയത് എന്തിനാ മൈന? എന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഹരിയേട്ടാ. ഒരു കരച്ചിൽ കേട്ടതോ ഞാൻ. പിന്നെ ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഓടുന്നത്, ഒരു നിഴല് പോലെ ഞാൻ കണ്ടതാ. പക്ഷേ അത് മൈനയാണെന്ന് ചിന്തിക്കില്ലല്ലോ. ഒരു നിമിഷം അതാരാണെന്നൊന്ന് നോക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ നമ്മുടെ മൈനയെ രക്ഷിക്കായിരുന്നു. മൈന നീയുമായിട്ട് എന്താ ബന്ധം? മൈന ഇപ്പൊ നിന്റെ ഭാര്യയാണോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? എനിക്കറിയണം. നിന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാനാണോ അവൾ ഇറങ്ങിപ്പോകുന്നത്? പിന്നല്ലാതെ. എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആണോ? അതെ. നിന്റെ കുഞ്ഞാണോ അവളുടെ വയറ്റില്? അത് നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പൊ പറയണം. അതെ. എന്നായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ? എവിടെ വെച്ചായിരുന്നു? നിന്നെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കുന്ന മൈന എന്തുകൊണ്ട് നിനക്ക് വഴങ്ങി? അത് ഒരു പ്രത്യേക സാഹചര്യത്തില്. അർജുന, നീ ഒരുക്കുന്ന തമാശക്കളിയിലെ ബഫൂണല്ല ഞാൻ. വ്യക്തമായ ഉത്തരങ്ങൾ എനിക്ക് ആവശ്യമാണ്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം. ഇല്ലെങ്കിൽ
എന്റെ തീരുമാനങ്ങൾ നിനക്കെതിരായിരിക്കും. എങ്ങനെയുണ്ട്? ആരും ഉപദ്രവിച്ചത് ഓർമ്മയുണ്ടോ? എനിക്ക് പേടിയാവോ ഗൗരിജി? എന്നെ കൊന്നേനെ ഇവര്. പേടിക്കുന്നത് എന്തിനാ? ഇവിടെ ഞങ്ങളെല്ലാരും ഇല്ലേ? റിലാക്സ്. ഒരുപാട് സംസാരിപ്പിക്കണ്ട. ഇതുവരെ ഭയം വിട്ടുമാറിയിട്ടില്ല. അത് ഹൃദയമിടിപ്പിനെ ബാധിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. വിഷമിക്കാതിരിക്കൂ. ഹരിയേട്ടാ, മൈനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഷീസ് ഓക്കെ. ഞാനൊന്ന് കയറി കാണട്ടെ. ഐസിയുലല്ലേ? ഇപ്പൊ റൂമിലേക്ക് കൊണ്ടുവരും, അപ്പൊ കാണാലോ. റൂമിലേക്ക് മാറ്റുമോ? ഇപ്പോ ഒരു അരമണിക്കൂറിനുള്ള ഷിഫ്റ്റ് ചെയ്യും. എടുത്ത് കയറി കണ്ടോ? ഞാനിപ്പോ കണ്ടിട്ട് വരിക. ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പക്ഷേ എന്തോ ഒരു ഭയമുണ്ട് അവൾക്ക്. അത് ഹാർട്ടിന്റെ വേരിയേഷനെ ബാധിക്കുന്നു. പ്രോബ്ലംസ് എന്തെങ്കിലും? നത്തിങ്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിന്റെ. ആ പേടിയൊന്ന് വിട്ടുമാറിയാൽ എല്ലാം ഓക്കെ ആവും. നോ പ്രോബ്ലം. ഞാൻ ഡോക്ടർ ക്രിസ്റ്റിനെ ഒന്ന് കാണട്ടെ. എന്താ അർജുന സംഭവിച്ചത്? സംഭവിച്ചില്ല, പക്ഷേ സംഭവിക്കുന്ന ഹരിശങ്കറിന്റെ മുഖം പറയുന്നുണ്ട്. നീ കാര്യം പറ. എന്റെ കുട്ടി തന്നെയാണോ മൈനയുടെ വയറ്റിൽ വളർന്നതെന്ന് ഹരിശങ്കർ ആവർത്തിച്ചു ചോദിച്ചു. മൈനയോട് ഞാൻ കാണിക്കുന്ന സ്നേഹം സത്യമാണോ എന്ന് സംശയമുള്ള തരത്തില് മറ്റു ചില ചോദ്യങ്ങളും. അതിനൊക്കെ ഉത്തരം പറയാവുന്നല്ലേ ഉള്ളൂ. അല്ല, അതൊരു പോലീസുകാരന്റെ ചോദ്യം ചെയ്യലായിരുന്നെങ്കിൽ പറഞ്ഞു നിൽക്കായിരുന്നു. ഇതങ്ങനെയല്ല, ഉള്ളിൽ തട്ടിയുള്ള ചോദ്യങ്ങളാ. എനിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് വേണു. എന്താ? ബോധം തെളിഞ്ഞപ്പോ മൈന ഹരിശങ്കറിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് എനിക്കെതിരാ. എന്നുവെച്ചാ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ മൈന എനിക്കൊപ്പം വീട്ടിലേക്ക് വരില്ല വേണു. ഹരിശങ്കറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒറ്റ പേടി കൊണ്ട് അവൾ എന്റെ വീട്ടിൽ താമസിച്ചത്. പിന്നെന്തോ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് ഹരിശങ്കർ. അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്കല്ലല്ലോ, മൈനെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നല്ലേ വിചാരിച്ചത്? അത് നടക്കില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പകരം ഒരു സത്യം പറയട്ടെ വേണു, അവളെ വിട്ടുകൊടുക്കുന്നതിന് പൂർണ്ണ സമ്മതം എനിക്കുണ്ടായിരുന്നില്ല. കാറിൽ അവർ കൊണ്ടുപോകുമ്പോഴും എങ്ങനെങ്കിലും രക്ഷപ്പെട്ടേന്ന് ആഗ്രഹിച്ചിരുന്നു. രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ ഇനി വിട്ടുകൊടുക്കണ്ടെന്ന് മനസ്സ് പറയുന്നു. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് രൂപമില്ലാതെ വിഷമിക്കായിരുന്നു ഞാൻ. കൂടെ നിന്നിട്ട് ചതിക്കായിരുന്നല്ലേ നീ? ചതിക്കില്ല, കൃത്യമായിട്ട് കാര്യം പറയും. എന്നിട്ട് ഇപ്പൊ എന്താ തീരുമാനം? ആർക്ക് വിട്ടുകൊടുത്താലും ഹരിശങ്കറിന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അറപ്പ് തോന്നേണ്ടതാ. എന്നിട്ടും വെറുത്തില്ല ഞാൻ. ഇനി എനിക്ക് വേണ്ട. ജോണിയെ വിളിച്ച് പറയൂ, എന്ത് സഹായത്തിന് ഞാനുണ്ട്. കൊണ്ടുപോട്ടെ.
ഇതാ മൈനെ കൊണ്ടുവരുന്നു. റൂമിലാക്കട്ടെ, തിരക്കൂട്ടണ്ട. ഹരിയേട്ടൻ വാ, നമുക്കൂടെ പോവാം. കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്? ഞാനുണ്ടായിരുന്നു അവിടെ, പക്ഷേ അറിഞ്ഞില്ലടാ. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവൻ പോയാലും രക്ഷിച്ചേനെ ഞാൻ. ഏട്ടൻ ഏട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ആരാ ഉപദ്രവിച്ചെന്നറിയാവോ മോൾക്ക്? എന്ന് വെച്ചാ കണ്ടാ തിരിച്ചറിയാവോ? ഒരാളെ എനിക്ക് ശരിക്കും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. എന്തിനാ ഏട്ടാ അവരെന്നെ? അന്വേഷിക്കുന്നുണ്ട്. ആരാ എന്താന്നൊക്കെ കണ്ടുപിടിക്കാം. ഏട്ടനറിയാതെ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. ഏട്ടന്റെ പിടിപ്പേടല്ലത്. കൊടുക്കുന്ന സ്നേഹത്തെ മുതലെടുക്കുന്ന ഇതും കണ്ടുപിടിക്കും ഏട്ടൻ. അതിപ്പോ ഏട്ടന്റെ ആവശ്യമായിപ്പോയി. ഒന്നുമില്ല. ഒന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ.
ആ